السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم. المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين. قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون. ويعلمه الكتاب والحكمة والتوراة والإنجيل ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون إن الله ربي وربكم فاعبدوه هذا صراط مستقيم. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, യുവസുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഈ പഠന സംഗമത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുചേരൽ പഠിച്ച നമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കരമായ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. സൂറ ആൽ ഇംറാനാണ് നാം തീർച്ചയായും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 45 മുതൽ 51 കൂടിയ സൂക്തങ്ങളാണ് മുഖദ്ദിമയിൽ ആമുഖത്തിൽ ഓതിവെച്ചത്. പഠിച്ചു വരുന്ന ഭാഗം നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലുള്ളതുപോലെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നജ്റാനിലെ ക്രൈസ്തവ പാദ്രിമാർ മദീന പള്ളിയിലുള്ള പശ്ചാത്തലത്തിൽ അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരും ഇസ്ലാമും അല്ലെങ്കിൽ അവരും ഇസ്ലാമിലെ പ്രവാചകരും ഇസ്ലാമിന്റെ ആളുകളും ഏതൊരു വിഷയത്തിലാണോ കാര്യമായ വിയോജിപ്പുള്ളത് ആ വിയോജിപ്പിന്റെ മേഖല വളരെ കൃത്യമായി തുറന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഭാഗത്തിന്റെ സവിശേഷത. അതിൽ ഇമ്രാൻ കുടുംബത്തിലെ പെണ്ണ് തന്റെ ഗർഭസ്ഥ ശിശുവിനെ ഇസ്ലാമിന്റെ സേവനത്തിനായി നേർച്ചയാക്കിയത് മുതൽ തുടങ്ങുന്ന ആ ചരിത്ര തുടർച്ചയിൽ ജനിച്ചത് പെൺകുട്ടിയായിട്ടും ആ നിയോഗം ഏൽപ്പിക്കപ്പെടുകയും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമ അവരുടെ കഫാലത്ത് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുകയും അതിനാണ് കഫീൽ സ്പോൺസർ എന്ന ആദ്യം പ്രയോഗമുണ്ടായത്. ആ തുടർച്ചയിൽ തനിക്കൊരു കുഞ്ഞില്ലാത്ത വേദന സ്വാലിഹത്തായ
നിഷ്കളങ്കയായ, നിഷ്കപടയായ, സദ്വൃത്തയായ മറിയം ബീവിയെ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൊതിയും ദാഹവും പ്രാർത്ഥനയും അർത്ഥനയും തമ്പുരാൻ ഇടപെട്ട ഒരു കുഞ്ഞിനെ നൽകിയത് എല്ലാം വിശദീകരിച്ചിങ്ങനെ വരുന്ന ആ തുടർച്ചയിൽ മറിയം ബീവിയുടെ അടുക്കൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്ന സന്ദർഭമാണ് മോദിയിലെ ഭാഗം. തൊട്ടു മുമ്പുള്ള ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. പ്രവാചകരെ അന്ന് ഇല്ലാത്ത കാലഘട്ടത്തിലെ ഒരു സംഭവം, അങ്ങേക്ക് ഒന്നും അറിയാത്ത ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹ് പറയുന്നത് മറിയമിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണമെന്ന കാര്യത്തിൽ ബൈത്തുൽ മഖ്ദിസിന്റെ നടത്തിപ്പുകാർ നറുക്കിട്ടെടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. കുടുംബത്തെ ആയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുന്നവർ. ഇതൊക്കെ അദൃശ്യ വിവരങ്ങളാണ്. രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം തിരുനബിയുടെ മുമ്പിലില്ല, മക്കക്കാരുടെ മുമ്പിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര ഗവേഷകനല്ല. ഈ ചരിത്രപരമായ വസ്തുത പോലും കൃത്യമായി അറിയുന്നവർ ഈ വന്ന പാതിരിമാരെ കൊടുത്തിട്ടില്ല. മറിയം ബീവിയുടെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണം എന്ന വിഷയത്തിൽ അവർ നറുക്കിട്ടെടുക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾ ആരും അവിടെ സാക്ഷികളല്ല. പക്ഷെ ആ വസ്തു നാം നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. ഇതൊക്കെ അദൃശ്യ വിവരങ്ങളാണ്. പ്രവാചകരെ അങ്ങേക്ക് നാം വഹിയായി ദിവ്യബോധനമായിട്ട് നൽകുകയാണ്. മറിയമിന്റെ സ്പോൺസർഷിപ്പ് ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണം എന്ന വിഷയത്തിൽ തീരുമാനമാകാൻ അവർ നറുക്കിടുമ്പോൾ താങ്കൾ അവിടെ ഇല്ല. താങ്കൾ അവിടെ ഇല്ലെന്ന് അഭിസംബോധനായ തിരുനബിയോടാണ് പറയുന്നത്. പക്ഷേ നിങ്ങളും അവിടെ ഇല്ല എന്ന് ഇത് കേൾക്കുന്നവരോടാണ് പറയുന്നത്. നമ്മളും ഇല്ല, ഈ ഇരിക്കുന്ന ക്രൈസ്തവ പാതിരിമാരും ഇല്ല, പ്രവാചകരെ അങ്ങില്ല, ഇവരും ഇല്ല, നമ്മളും ഇല്ല. അതാണ് അതിന്റെ അഭിസംബോധന രീതി. അങ്ങനെയാണ്. ആര് ഏറ്റെടുക്കണം എന്ന വിഷയത്തിൽ അവർ തർക്കിക്കുമ്പോഴും അന്ന് അവിടെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വിവരം ഞാൻ പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭം ഇനി പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ഇടവാചക പത്രമാണ് ഈ തമ്പി, ഈ ഉണർത്തൽ. താങ്കളില്ല പ്രവാചകരെ അവിടെ, ഇവരോ അവരുമില്ല, നിങ്ങൾ ആരുമില്ല അവിടെ. എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മറിയം ബീവിക്ക് കുഞ്ഞുണ്ടായത് എങ്ങനെയാണ്? നിങ്ങളറിയില്ല എന്താണുള്ളത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് വിധി തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മറിയം ബീവിക്ക് കുഞ്ഞുണ്ടായ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായി മാറും. എന്നിട്ട് ചരിത്രം പറയാം. ഇത് കാലത്തിൽ മലക്കുകൾ എന്ന് പറഞ്ഞ സന്ദർഭം. യാ മറിയം, അല്ലയോ മറിയം, ഇന്നല്ലാഹ യുബശ്ശിറുകി, നിശ്ചയം അല്ലാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലാഹു നിന്നെ സുവിശേഷം അറിയിക്കുന്നു, ഒരു സുവിശേഷം അറിയിക്കുന്നു. ബികലിമത്തിൻ മിൻഹു, അവനുള്ള ഒരു വചനത്തെക്കുറിച്ച്. ഇസ്മുഹു, ആ വചനം, അവന്റെ പേര് അൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ വിശുദ്ധനായ മസീഹ് ഈസ, വിശുദ്ധനായ ഈസ, മസീഹ് ഈസ അലൈഹിസ്സലാം എന്നാണ് അവന്റെ പേര്. വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവൻ അന്തസ്സുള്ളവനായിരിക്കും. വമിനൽ മുഖറബീൻ, അല്ലാഹുവിന്റെ സമീപസ്ഥരിൽ ഒരുവനുമായിരിക്കും. അങ്ങനെയുള്ള അന്തസ്സുള്ള ഇവിടെയും നാളെ പരലോകത്ത് അന്തസ്സുള്ള അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ സമീപസ്ഥരിൽപ്പെട്ട ഈസ ഇബ്നു മറിയം എന്ന് പേര് നൽകപ്പെടുന്ന അല്ലാഹുവിന്റെ ഭാഗത്തുള്ള ഒരു വചനം,
അങ്ങേക്ക് വന്നു കിട്ടാനിരിക്കുന്നു എന്ന് അങ്ങയെ സന്തോഷവാർത്ത അറിയിക്കാൻ ഞങ്ങൾ വന്നതിന് മലക്കുകൾ പറഞ്ഞപ്പോൾ നിങ്ങളാരും അവിടെ ഇല്ല. എങ്ങനെ ഉണ്ടായി എത്തിക്കാൻ നിങ്ങൾക്ക് അവകാശം എന്നാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലത്ത് വിശദീകരിച്ച ഭാഗമാണ്. ഏറ്റവും നല്ല വിശദീകരണം സൂറ മറിയമിൽ തന്നെ. മറിയമിന്റെ പേരുള്ള അധ്യായത്തിന്റെ കൂടെ ചേർത്ത് വെച്ചാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് മുഴുവനായി കടന്നു പോകാൻ നമ്മുടെ സമയപരിധി അനുവദിക്കുന്നതല്ല. പക്ഷെ വിഷയം മനസ്സിലാക്കാൻ നമുക്ക് ഇത്തിരി ഭാഗം കവർ ചെയ്യേണ്ടതുണ്ട്. മറിയം ബീവിയുടെ അടുക്കൽ മലക്ക് വന്ന ഭാഗം മുതൽ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ മറിയം അധ്യായത്തിൽ. മലക്ക് മനുഷ്യവേഷത്തിലാണ് വന്നത്. മനുഷ്യവേഷത്തിൽ വന്ന് അടുത്ത് വരുമ്പോ അവരുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ അവർ പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനോട് നിന്നിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന്. കാരണം ഒരു പുരുഷനാണ് മനുഷ്യന്റെ വേഷത്തിലാണ്. അപ്പൊ ഒരു മലക്കാണ്, ഒരുപാട് മലക്ക് നമുക്കറിയില്ല. ഇവിടെ പറഞ്ഞത് ഇത് കാലത്തിൽ മലായികത്തു എന്നാണ്. മലക്കിന്റെ ബഹുവചനമാണ് മലായിക. അപ്പൊ മലക്കുകൾ വന്നു എന്നാണ്. സൂറ മറിയമിൽ വന്നത് ഒരാളെ സൂചന കിട്ടുന്ന രീതിയിലാണ്. അത് നമുക്കറിയില്ല. മലക്കുകൾ ഒന്നിച്ചുകൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മലക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടുണ്ടാവാം. അപ്പൊ നേതൃത്വം വഹിച്ചു എന്നാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ സംഘം പോകുമ്പോ എന്റെ അടുത്ത് ഇന്ന ആളുകൾ, അപ്പൊ അയാളെ കൂടെ അയാളെ പിയുണ്ട്, അയാളെ മറ്റേ ആളുണ്ട്, കാർഡ്രൈവറുണ്ട്, കൂടെ പാർട്ടിക്കാരന്മാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാലോ. അങ്ങനെയൊക്കെ വന്നാളെ കുറിച്ച് പറയുള്ളൂ. അങ്ങനെയും പറയാം. ഒരു സംഘം നിലക്ക് അവരെ മൊത്തം പറയാം, ഇങ്ങനെയും പറയാം. വർത്തമാനത്തിന്റെ ശൈലി പോലെയാണ്. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ വന്നു. മലക്കുകൾ വന്നപ്പോ വന്നിട്ട് മറിയമിനോട് ഇങ്ങനെ പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്തിനാ? അഭികരിമത്തിന് മുൻപ് കലിമ, വചനം, വാക്യം, ഉത്തരവ്, ഒരാജ്ഞ, ഇതൊക്കെ ഒരു കുട്ടിയെ സന്തോഷ വാർത്ത അറിയിക്കുന്നു പറഞ്ഞില്ല. അങ്ങനെ പറയാമല്ലോ. ഒരു കുട്ടിയെ സന്തോഷ വാർത്ത അറിയിക്കും പറഞ്ഞത് കരിമ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒരു കരിമത്തിന്, ഒരു വാക്യത്തെ സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പൊ എന്താ ഇത്? ശേഷം വായിക്കുമ്പോ ഇസ്മുഹു, അവന്റെ പേര്. അപ്പൊ ആ വചനം, വാക്യം എന്നതിനെ ഇവിടെ ഒരു മനുഷ്യനായിട്ട് വിശദീകരിക്കും. ഇസ്മുഹു, അവന്റെ പേര് അൽ മസീഹു ഈസ ഇബ്നു മറിയം. മസീഹ് ഈസ എന്നാണ് വിളിക്കുക. അപ്പോ അവിടെ തന്നെ വ്യക്തം ഇത് സാധാരണ കുഞ്ഞിനല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ സക്കരിയ അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, അല്ലാഹു നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. എന്തിനെ കുറിച്ച്? ഒരു കുഞ്ഞിനെ കുറിച്ച്. അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾക്കൊരു കുഞ്ഞിനെ സന്തോഷ വാർത്ത അറിയിക്കും. ഈ താരതമ്യം പഠിക്കണം. ഇവിടെ അതിനാണ് ആദ്യം സക്കരിയ അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നത്. ആ കഥ പറയുന്നിടത്ത്, ചരിത്രം പറയുന്നിടത്ത് ഒരു കുഞ്ഞിനെ കുറിച്ച് താങ്കളുടെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ എന്ന് വിശദീകരിച്ചത്, ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോ ചോദിക്കുന്ന ചോദ്യം, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക എന്നാണ്. അപ്പൊ കുഞ്ഞ് എന്ന് തിരിച്ചു ചോദിക്കാം. ഇതുപോലെ തുടക്കത്തിൽ ഈ സക്കരിയ അലൈഹിസ്സലാമയോട് യഹ്യ എന്ന ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യം പറയുന്നിടത്ത് കൂടാതെ ശൈലി, അന്നല്ലാഹു യുബശ്ശിറുക ബി യഹ്യ, യഹ്യയെ കുറിച്ച് അങ്ങേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. വനാദത്തുൽ മലായികത്തു, മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു. തൊട്ടുമുന്നേ പഠിച്ച ഭാഗമാണ്. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അദ്ദേഹം മിഹ്റാബിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കെ, അന്നല്ലാഹു യുബശ്ശിറുക ബി യഹ്യ, യഹ്യയെ കുറിച്ച് അല്ലാഹു താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തുള്ള ആജ്ഞയെ ശരിവെച്ചുകൊണ്ട്. അവിടെ മുസദ്ദിഖൻ ബി കലിമ, കലിമ എന്ന് പറഞ്ഞു. അപ്പൊ കലിമ എന്ന് പറയുന്നതിന് മുമ്പ് ആളെ പേരിനെ യുബശ്ശിറുക ബി കലിമ എന്നല്ല പറയുന്നത്. വിനയപ്രസംഗം ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ ആ മർമ്മം, ഈ വിഷയത്തിൽ മർമ്മം മനസ്സിലാക്കാനുള്ള പദ്ധതിക. യുബശ്ശിറുക ബി കലിമ എന്ന് സക്കരിയ അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ല. പറഞ്ഞത് യുബശ്ശിറുക ബി യഹ്യ, യുബശ്ശിറുക ബി യഹ്യ. യഹ്യ ആളൊരാണ്, എന്താണ് തീരുമാനം? പേര്